ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇപ്പോൾ പാകിസ്ഥാനും അവരുടെ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ബുനിയാൻ അൽ മാറോസ് എന്ന് പറയുന്ന ആണ് അവരുടെ പേര് കൊടുത്തിരിക്കുന്നത്. അറബിക് പേരാണ്, ഒരുപക്ഷെ പ്രൊണൗൺസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. അപ്പോൾ ലോഞ്ച് ചെയ്ത് മാത്രമല്ല, ഇന്നലെ രാത്രി തൊട്ട് അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. അപ്പോൾ പൊതുവെ മിനിയാനും നാലാം നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു രാത്രി 9 ആ ഒരു സമയത്താണ് അവർ അറ്റാക്കുകൾ കൂടുതലും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ 7 മണി തൊട്ട് അറ്റാക്കുകൾ തുടങ്ങി. ആദ്യം ജമ്മു ആ സൈഡിലായിരുന്നു കൂടുതൽ അറ്റാക്കുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വട്ടം അവർ കൂടുതലും അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പൂഞ്ച്, കാശ്മീർ വാലികളിലോട്ടും ഈ അറ്റാക്ക് മെല്ലെ മെല്ലെ അവർ കൂട്ടി. ഏകദേശം 300 to 1000 ഡ്രോണുകളാണ് ഒരേ സമയത്ത് ഇപ്പോൾ അവരെ ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഹമാസിന്റെ അതേ ടെക്നോളജിയാണ് അവരിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹമാസ് എങ്ങനെ ഇസ്രായേലിനെ ഉപയോഗിച്ചോ അതേ മെത്തേഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എത്രമാത്രം അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും ഇത്രയും അധികം ഡ്രോണുകൾ വരുമ്പോൾ അത് വീക്കാവും, അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 99% ഡ്രോണുകളെയും നമ്മൾ നശിപ്പിച്ചു. 1% ഡ്രോണുകൾ നിങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അത് അവിടെ ഇവിടെയും അറ്റാക്കുകൾ സംഭവിച്ചു. പക്ഷെ എന്നാലും ആർക്കും ഒരു പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ജനവാസ മേഖലയിൽ അവിടെ ഇവിടെയും പോയി ഡ്രോണുകൾ, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 99% ഡ്രോണുകളെയും നശിപ്പിച്ചു. അപ്പോൾ ഇത് തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ഇത്രയധികം ഡ്രോണുകൾ വിടുകയാണെങ്കിൽ ഇപ്പോൾ ടർക്കിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരുന്നത് 1,00,000 ഡ്രോണുകളോളം ടർക്കി ഇതേ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടെന്ന്. ആ 1,00,000 ഡ്രോൺ വെച്ചിട്ടാണ് ഇവർ 300ഉം 1000ഉം വെച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 99% നമുക്ക് സക്സസ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് രാവിലെ 7 മണി ആയപ്പോൾ തന്നെ വീണ്ടും അവർ അറ്റാക്കുകൾ തുടങ്ങി. രാവിലെയും കുറെ ഡ്രോണുകൾ അവർ ഉപയോഗിച്ച് അറ്റാക്കുകൾ നടത്തി. ഡ്രോണുകൾ എഫക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഫട്ട എന്ന് പറയുന്ന അവരുടെ മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 26 സിറ്റീസോളം ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ, അതായത് ഡൽഹിനെ ലക്ഷ്യമിട്ടും, അതായത് നമ്മുടെ തലസ്ഥാനത്തിനെ ലക്ഷ്യമിട്ടും ഒരു ഫട്ട എയർ മിസൈൽ, അതായത് മിസൈലിനെ ഇങ്ങോട്ട് അയച്ചിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ചിരിക്കുന്നു. S-400 ഇവിടെ നല്ല രീതിയിലുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം പാകിസ്ഥാൻ സൈഡിൽ നിന്ന് വന്ന അറ്റാക്കുകൾ ഇതാണ്. തിരിച്ച് ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് റാവൽപിണ്ടിയിലെ പ്രധാനപ്പെട്ട എയർബേസ്, അതായത് നൂർഖാൻ എന്ന് പറയുന്ന എയർബേസ് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു എയർബേസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതായത് അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് വെറും കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ VIPs എല്ലാം തന്നെ ഈ ഒരു എയർബേസ് ഉപയോഗിച്ചിട്ടാണ് മറ്റു രാജ്യത്തോട്ട് എസ്കേപ്പ് ആവാൻ അവരുടെ പ്ലാനുകളെല്ലാം ഉള്ളത്. അത് മാത്രമല്ല, മിലിറ്ററിന്റെ പല എയർക്രാഫ്റ്റുകളും ഇവിടെ നിർത്തി വെച്ചിട്ടുമുണ്ട്. VIP ഫ്ലീറ്റുകളും ഇവിടെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എയർബേസിനെയാണ് നമ്മൾ ആദ്യത്തെ അറ്റാക്കുകൾ ഉൾപ്പെടുത്തിയത്. മറ്റ് 2 എയർബേസുകളും നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടും ഒരു എയർബേസ് വന്നിട്ട് തുർക്കിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡ്രോണുകൾ സേവ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു എയർബേസ് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു എയർബേസും കൂടെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 എയർബേസ് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു ഡിസ്ട്രോയ് ചെയ്തതായി. അപ്പോൾ ഈ ഒരു എയർബേസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് ഈ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതലും എയർബേസ് നമ്മൾ നശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂടുതൽ എയർക്രാഫ്റ്റുകൾക്ക് നമുക്ക് എഫക്റ്റീവ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറയുകയാണ്. ഇതൊരു പ്രീ എംപ്റ്റി സ്ട്രൈക്ക് ആയിട്ടും കണക്കിലാക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് അവരുടെ ന്യൂക്ലിയർ ഡിഫൻസ് ടീമിനെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും അവർ നടത്തുന്നതാണ്. 2019 അറ്റാക്കിൽ നടന്നിരുന്നു, ഇതിനു മുമ്പും നടന്നതാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയർ അറ്റാക്കിലോട്ടുള്ള പോസിബിലിറ്റി ആണോ അവർ പോകുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാവും. പക്ഷെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് ന്യൂക്ലിയർ അറ്റാക്ക് പാകിസ്ഥാന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി. ലിങ്ക് കൊടുക്കാം. അവരുടെ ന്യൂക്ലിയർ മീറ്റിംഗ് നടക്കുന്നതെന്നേ ഉള്ളൂ. അത് വലിയ എഫക്റ്റീവ്നെസ് ഒന്നും ഉണ്ടാവില്ല. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രം അവരുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസ് ആരെങ്കിലും വന്ന് പുറത്തു വന്ന് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാം. അപ്പോൾ ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്ന് കൂടുതൽ വീഡിയോസുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ വരുന്ന വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു നെക്സ്റ്റ് വീഡിയോ.